ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഷിഫിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ആഷിഫ്. അപ്പോൾ ഇന്ന് നമ്മൾ ടാലിന്റെ കണ്ടിന്യൂസ് വീഡിയോസ് ആണ്. അപ്പോൾ ടാലി ട്യൂട്ടോറിയൽസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വൗച്ചർ ടൈപ്സ് ആണ്. അപ്പോൾ ടാലിയിൽ എന്തൊക്കെ തരം വൗച്ചർ ടൈപ്പ് ഉണ്ട്, അപ്പോൾ അത് എക്സാമ്പിൾ സഹിതം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസും അതുപോലെ തന്നെ ടീച്ചിങ് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ പുതിയ ടോപ്പിക്സോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം. നിങ്ങൾ ചെയ്യുന്ന കമന്റും നിങ്ങൾ തരുന്ന ലൈക്കാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും റൺ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെയാണ് അതിൽ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ റെഫറൻസും കാര്യങ്ങളെല്ലാം, അതായത് എന്തെങ്കിലും എക്സൽ ഫയലോ ഇല്ലെങ്കിൽ ഡോക്യുമെന്റോ ഇല്ലെങ്കിൽ ആപ്ലിക്കേഷനോ ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ എന്ത് ക്വറീസ് ആയാലും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഗ്രൂപ്പിലെ എല്ലാ ഫയൽസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്റെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് അയക്കാം. അപ്പോൾ നിങ്ങളുടെ പേരും അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റും ചോദിക്കും. ജസ്റ്റ് പേരും സ്ഥലവും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് മുമ്പിലെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുക. ലെഡ്ജർ ക്രിയേഷൻ, കമ്പനി ക്രിയേഷൻ, ടാലി ഇൻസ്റ്റാളേഷൻ, ഈ വീഡിയോസ് എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഓക്കെ, അതിനുശേഷം നിങ്ങളിപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വൗച്ചേഴ്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ടാലി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ് ടാലി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അടിത്തറ, ഒരു അക്കൗണ്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ നിങ്ങൾ അതിന്റെ ബേസും കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. ടാലി എങ്കിൽ നിങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം നിങ്ങൾ അക്കൗണ്ടിങ് ബേസിക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം അക്കൗണ്ടിങ് ബേസിക്സും കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് പഠിക്കുക. ഡെബിറ്റും ക്രെഡിറ്റും നിർബന്ധമായിട്ടും പഠിക്കുക. അക്കൗണ്ടിങ് ഗോൾഡൻ റൂളിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു അടിത്തറ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ടാലി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ടാലി എന്നല്ല, ഏതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഇന്റർഫേസിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സോഫ്റ്റ്വെയറും ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ടാലിയിൽ ഇന്ന് നോക്കാൻ പോകുന്നത്, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ്, ഈ ഒരു ഫീൽഡാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാം ഇത്രയും ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതിൽ ഡേറ്റ് കാണുന്നുണ്ട്, കമ്പനി കാണുന്നുണ്ട്, കോൺട്രാ വൗച്ചർ കാണുന്നുണ്ട്, പേയ്മെന്റ് വൗച്ചർ കാണുന്നുണ്ട്, റിസിപ്റ്റ്, ജേണല്, സെയിൽസ്, പർച്ചേസ്, അതർ വൗച്ചർ, ഓട്ടോ ഫില്ല്, ചേഞ്ച് മോഡ്, മോർ ഡീറ്റെയിൽസ്, ഓപ്ഷൻ, പോസ്റ്റ് ഡേറ്റഡ്. അപ്പോൾ ഇത്രയും വൗച്ചർ ടൈപ്പ് നമ്മൾ റൈറ്റ് സൈഡ് കാണുന്നുണ്ട്. ഈ F4 മുതലുള്ളതാണ് വൗച്ചർ വരുന്നത്, F10 വരെ ഉള്ളത്. ഓക്കെ, അതിൽ നമുക്ക് പ്രധാനപ്പെട്ട വൗച്ചറാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വൗച്ചറും കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൗച്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ടാലിയിൽ ആദ്യം തന്നെ വരുന്നത് F4 ആണ്, കോൺട്രാ വൗച്ചർ ആണ്. കോൺട്രാ വൗച്ചർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷും ബാങ്കും തമ്മിലുള്ള ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺട്രാ വൗച്ചർ ഉപയോഗിക്കുന്നത്. ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ എൻട്രീസ് എന്താ വരുന്നത്? ബാങ്ക് റിസീവറും അതുപോലെ തന്നെ നമ്മൾ ഗിവറുമാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ് ജേണൽ എൻട്രി വരിക. അപ്പൊ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺട്രാ വൗച്ചർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു കോൺട്രാ വൗച്ചർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എൻട്രീസ് എങ്ങനെ വരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ആണ് വരുന്നത്.
ഓക്കെ, നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അതല്ലാണ്ട് ജസ്റ്റ് കേട്ട് വിട്ടു പോയിട്ട് ഒരു കാര്യമില്ല, മനപ്പാഠം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് എൻട്രീസ് വേണമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കോൺട്രാ എൻട്രിക്ക് വേറൊരു എക്സാമ്പിൾ ആണ്, നിങ്ങൾ മൾട്ടിപ്പിൾ ബാങ്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ HDFC ബാങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, ICICI ബാങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, ഫെഡറൽ ബാങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ SBI ബാങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ബാങ്ക് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് HDFC ബാങ്കിൽ നിന്ന് ഒരു കസ്റ്റമർക്ക് പൈസ നമുക്ക് അയക്കണം. അപ്പോൾ നമ്മുടെ HDFC ബാങ്കിൽ 10,000 റുപ്പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ. എനിക്ക് കസ്റ്റമർക്ക് അയക്കേണ്ട എമൗണ്ട് 20,000 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഒരു സെക്കൻഡ് ബാങ്കിൽ നിന്ന്, അതായത് SBI ബാങ്കിൽ നിന്ന് നമ്മുടെ HDFC ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ സെയിം ബാങ്ക് ടു ബാങ്ക് എൻട്രീസും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കോൺട്രാ വൗച്ചർ തന്നെയാണ്. അതേപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ഒരു കമ്പനീസിൽ ഒന്ന് മാത്രം ഉണ്ടാവണം എന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ 3 ഫ്ലോറിലായിട്ടാണ് നിങ്ങളുടെ കമ്പനി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ക്യാഷ് അക്കൗണ്ട് ബുക്ക് ഉണ്ടാകും, സെക്കൻഡ് ഫ്ലോറിൽ ഒരു ക്യാഷ് അക്കൗണ്ട് കൗണ്ടർ ഉണ്ടാകും, തേർഡ് ഫ്ലോറിൽ ഒരു ക്യാഷ് അക്കൗണ്ട് കൗണ്ടർ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഓരോരോ ക്യാഷ് കൗണ്ടറും ഓരോരോ ഹെഡ് ആയിട്ട്, ക്യാഷ് അക്കൗണ്ട് ബേസ്മെന്റ്, ക്യാഷ് അക്കൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ക്യാഷ് അക്കൗണ്ട് തേർഡ് ഫ്ലോർ, ഇങ്ങനെ ഓരോരോ ക്യാഷ് അക്കൗണ്ട് ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് കോൺട്രാ വൗച്ചറിൽ തന്നെയാണ്. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞാൽ ബാങ്കും ക്യാഷും തമ്മിലുള്ള ഇടപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ ബാങ്കും തമ്മിലുള്ള ഇടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇടാൻ, അതല്ലെങ്കിൽ ക്യാഷും തമ്മിലുള്ള ഇടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇത് ബാങ്ക് ബുക്കും ക്യാഷ് ബുക്കും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന് ഉപയോഗിക്കുന്നതാണ് കോൺട്രാ വൗച്ചർ. ഓക്കെ, അതിന്റെ ഷോർട്ട് കട്ട് കീ വരുന്നത് F4 ആണ്. അപ്പൊ നമുക്ക് കോൺട്രാ വൗച്ചർ ആദ്യം എങ്ങനെയാണ് എൻട്രി ചെയ്തതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ പർപ്പസ് പഠിച്ചു, യൂസ്ഡ് ഫോർ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എൻട്രി നോക്കാം. നമ്മൾ ക്യാഷ് കൊണ്ടുപോയി ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ എൻട്രി, കോൺട്രാ എൻട്രി വെച്ചിട്ട് എങ്ങനെ ഇടാന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ടാലിയിലേക്ക് വരുന്നു, കോൺട്രാ വൗച്ചർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ കോൺട്രാ വൗച്ചർ ഇത് സിംഗിൾ എൻട്രി മോഡിലാണ് ഇനേബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ക്യാഷ് ബാങ്കിലേക്കാണ് ഇടുന്നത്. ഇവിടെ ക്യാഷ് കൊടുക്കുന്നു, ബാങ്ക് ഇവിടെ കൊടുക്കുന്നു, HDFC ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്യുന്നു. എത്രയാണോ എമൗണ്ട് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. 10,000 റുപ്പീസ് ആണ് ഇടുന്നത്. ചെക്ക് ആണെങ്കിൽ ചെക്ക് ഇവിടെ മെൻഷൻ ചെയ്യുക, ചെക്ക് അല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. കൺട്രോൾ A അടിക്കുന്നു. ഇനി നറേഷൻ കൊടുക്കുക, ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക് കൊടുക്കുന്നു. നമ്മളിത് കൺട്രോൾ A അടിച്ച് സേവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ക്യാഷും ബാങ്കും തമ്മിൽ എൻട്രീസ് കിട്ടും. ഇനി നിങ്ങൾ സിംഗിൾ എൻട്രി മോഡല്ല, ഇത് നമുക്ക് ഡബിൾ എൻട്രി മോഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ എൻട്രി മോഡ് ഇനേബിൾ ചെയ്യാം. അതായത് ഇവിടെ ഉണ്ട് ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺട്രോൾ H അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും നിങ്ങൾക്ക് മനസ്സിലാവും. ഡെബിറ്റും ക്രെഡിറ്റും വെച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിളും കൂടെ കാണിക്കുന്നു. നമ്മളൊരു 20,000 കൂടെ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ക്രെഡിറ്റിൽ എന്താ കൊടുക്കേണ്ടത്? ക്യാഷ് അക്കൗണ്ട് കൊടുക്കുന്നു, എമൗണ്ട് 20,000 കൊടുക്കുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി HDFC ബാങ്ക് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ HDFC ബാങ്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 20,000 കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ഇപ്പൊ ഒരു പുതിയൊരു ബാങ്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് സൈഡ് കാണാം ക്രിയേറ്റ് ഓപ്ഷൻ. അതല്ലെങ്കിൽ Alt+C പ്രസ് ചെയ്താലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ SBI ബാങ്കിന്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. SBI ലാസ്റ്റ് 4 ഡേറ്റ് ഒന്ന് എൻ്റർ ചെയ്യുന്നു. നമ്മൾ ബാങ്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ട് നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നത്. കാരണം ഒരു ബാങ്കിന് ചിലപ്പോൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചിൽ അക്കൗണ്ട് ഉണ്ടാവാം. SBIയിൽ ഇപ്പം വേണമെങ്കിൽ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലും കണ്ണൂർ ഡിസ്ട്രിക്റ്റിലും അക്കൗണ്ട് ഉണ്ടാവാം. അപ്പൊ അക്കൗണ്ട് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നത്. അണ്ടർ കൊടുക്കേണ്ടത് ബാങ്ക് ബുക്കാണ്. ജസ്റ്റ് ഞാൻ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നു. ഇനി കൺട്രോൾ A അടിച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ എൻട്രീസ് നമ്മളിപ്പോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇവിടെ SBI ബാങ്ക് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ചെക്ക് ഇല്ലാത്തതുകൊണ്ട് കൺട്രോൾ A അടിച്ചിട്ട്
സേവ് ചെയ്യുന്നു. നറേഷന് ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. പിന്നെ എൻ്റർ അടിച്ചിട്ട് ഇത് ജസ്റ്റ് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കോൺട്ര എൻട്രീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വൗച്ചർ നോക്കാം. നെക്സ്റ്റ് വൗച്ചർ വരുന്നത് F5 ആണ്. പേയ്മെന്റ് വൗച്ചർ ആണ്. ഓക്കെ, പേയ്മെന്റ് വൗച്ചർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒന്നെങ്കിൽ സപ്ലൈസിന് പേയ്മെന്റ് കൊടുക്കാൻ, നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് കമ്പനിയിൽ നിന്ന് എമൗണ്ട് പുറത്തേക്ക് പോകുന്ന ചെലവുകൾ നമ്മൾ പേയ്മെന്റുകൾ കൊടുക്കുന്നത് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് പേയ്മെന്റ് വൗച്ചർ. ഓക്കെ, ആ വേർഡിൽ തന്നെ ഉണ്ട് പേയ്മെന്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൗച്ചറാണ് പേയ്മെന്റ് വൗച്ചർ. ഓക്കെ, അപ്പോ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾസ് നോക്കാം. അതുപോലെ തന്നെ ഒരു എൻട്രീസ് നമുക്ക് ഇട്ടിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ കാണാം പർപ്പസ് വരുന്നത് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ടൈപ്പ് ഓഫ് പേയ്മെന്റ്. എല്ലാ ടൈപ്പ് പേയ്മെന്റും റെക്കോർഡ് ചെയ്യാനും യൂസ് ചെയ്യുന്ന വൗച്ചർ ആണ് പേയ്മെന്റ് വൗച്ചർ. എക്സാമ്പിൾ എൻട്രി ഇവിടെ കാണാം. നമ്മളൊരു റെന്റ് കൊടുക്കുന്നു ₹5,000, ബാങ്ക് ത്രൂ ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എൻട്രി ഇട്ട് നോക്കാം. അപ്പോ അക്കൗണ്ട് വൗച്ചേഴ്സിലേക്ക് വരുന്നു. അക്കൗണ്ട് വൗച്ചറിൽ ഇവിടെ പേയ്മെന്റിന്റെ ഷോർട്ട് കീ വരുന്നത് F5 ആണ്. F5 സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ഡബിൾ എൻട്രി മോഡ് നമ്മൾ സിംഗിൾ എൻട്രിയിലേക്ക് തന്നെ മാറ്റുന്നു. ഇവിടെ മോഡ് ചേഞ്ച് ഉണ്ട്. ജസ്റ്റ് സിംഗിൾ എൻട്രി കൊടുക്കുന്നു. ഇനി നമ്മൾ എന്തുപയോഗിച്ചാണ് പേയ്മെന്റ് ചെയ്യുന്നത്? ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് പോകുന്നത്. അപ്പൊ HDFC ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് പോകുന്നത്. ഇവിടെ HDFC ബാങ്ക് കൊടുക്കുന്നു. എന്താണ് പേയ്മെന്റ് കൊടുക്കുന്നത്? റെന്റ് ആണ്. ഇവിടെ റെന്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. റെന്റ് ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കണക്ക് Ctrl+C അടിച്ച് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റെന്റ് അക്കൗണ്ട് കൊടുക്കുന്നു. എത്രയാണ് എമൗണ്ട് അതിൽ കൊടുത്തിട്ടുള്ളത്? ₹5,000 ആണ്. അപ്പൊ ഇവിടെ ₹5,000 കൊടുക്കുന്നു. കോസ്റ്റ് അലോക്കേഷൻ ചോദിക്കുന്നുണ്ട്. കോസ്റ്റ് സെന്ററും കോസ്റ്റ് കാറ്റഗറിയിലും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇതിപ്പോ Ctrl+A അടിച്ച് സേവ് ചെയ്ത് വിടുന്നു. നറേഷൻ വേണമെങ്കിൽ കൊടുക്കാം. ബാങ്ക് ആയതുകൊണ്ട് ചെക്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ചെക്ക് അല്ല, ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ Ctrl+A അടിച്ചിട്ട് ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഇവിടെ നറേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നറേഷൻ എന്താ കൊടുക്കേണ്ടത്? നമ്മൾ എന്താണോ പർപ്പസ് അത് കൊടുക്കാം. നമ്മളെ ഓഫീസ് റെന്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഓഫീസ് റെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. Ctrl+A അടിച്ച് സേവ് ചെയ്തു. ഇങ്ങനെയാണ് പേയ്മെന്റ് എൻട്രീസ് ഇടുന്നത്. വേറൊരു എക്സാമ്പിൾ കാണിച്ചാൽ ഇപ്പൊ ഞാൻ ക്യാഷ് കൊടുക്കുന്നു, സാലറി പേയ്മെന്റ് ചെയ്യുന്നു. അപ്പൊ ക്യാഷ് അക്കൗണ്ട് കൊടുക്കുന്നു, സാലറി ഇവിടെ എടുക്കുന്നു, 25,000 സാലറി കൊടുക്കുന്നു. ജസ്റ്റ് കോസ്റ്റ് സെന്റർ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നറേഷനിൽ വന്നു കഴിഞ്ഞാൽ സാലറി പെയ്ഡ് കാണിക്കുന്നു. സാലറി പെയ്ഡ് Ctrl+A അടിച്ചു. ഇതിനാണ് നമ്മൾ പേയ്മെന്റ് വൗച്ചർ ഉപയോഗിക്കുന്നത്. എല്ലാ ടൈപ്പ് പേയ്മെന്റും നമ്മൾ ഈ ഒരു പേയ്മെന്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൗച്ചർ എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് പേയ്മെന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് റിസീറ്റ് വൗച്ചർ ആണ്. റിസീറ്റ് വൗച്ചർ പേര് പോലെ തന്നെ നമ്മൾ ഓൾ ടൈപ്പ് ഓഫ് റിസീറ്റ്, നമുക്ക് ഇൻകം ഇങ്ങോട്ട് വരുന്നത് റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വൗച്ചർ ആണ്. എന്ത് വൗച്ചർ? റിസീറ്റ് വൗച്ചർ. അതിന്റെ ഷോർട്ട് കട്ട് കീ വരുന്നത് F6 ആണ്. അപ്പൊ നമുക്ക് അത് നോക്കാം. അതിനൊരു എക്സാമ്പിൾ എൻട്രീസ് നമുക്ക് നോക്കാം. ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുക ചെയ്യുന്നത്, അതായത് ഒരു 8,000 രൂപ നമുക്ക് ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നത്. അപ്പൊ അത് എങ്ങനെ രേഖപ്പെടുത്താൻ നോക്കാം. അപ്പോൾ ടാലിയിലേക്ക് വരാം. ഇവിടെ റിസീറ്റ് വൗച്ചർ F6 ആണ്. ജസ്റ്റ് F6 കൊടുക്കുന്നു. നമുക്ക് എന്താണ് കിട്ടുന്നത്? ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് കിട്ടുന്നത് ബാങ്ക് ആണ്. അപ്പോ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്യുന്നു, HDFC ബാങ്ക് സെലക്ട് ചെയ്യുന്നു. കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് ക്യാഷ് കിട്ടുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു കസ്റ്റമർ ലെഡ്ജർ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് Alt+C കൊടുക്കുന്നു. ആഷിഫ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർ കയ്യിൽ നിന്നാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത് വിചാരിക്കാം. ഇവിടെ അണ്ടർ സെൻട്രി ഡെപ്റ്റർ കൊടുക്കുന്നു. മെയിൻറ്റെയിൻ ബാലൻസ് എസ് കൊടുക്കുന്നു. ലെഡ്ജർ ക്രിയേഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് റെഫർ ചെയ്യാത്തവരുണ്ടെങ്കിൽ റെഫർ ചെയ്യുക. ഇനി എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, ആഷിഫിന്റെ എത്ര എമൗണ്ടാണ് കിട്ടുന്നത്? അത് ഇവിടെ മെൻഷൻ ചെയ്തത് ₹5,000 ആണ് കിട്ടുന്നത്. എൻ്റർ അടിക്കുന്നു.
നമുക്ക് കസ്റ്റമർ അഡ്വാൻസ് ആയിട്ട് തരുന്നതാണ്. അഡ്വാൻസ് കൊടുക്കുന്നു, എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. നറേഷൻ ഇവിടെ ബാങ്ക് ആയതുകൊണ്ട് ചെക്ക് ഡീറ്റെയിൽസ് ചോദിക്കും, സ്കിപ്പ് ചെയ്യുന്നു. ഇവിടെ നറേഷൻ കൊടുക്കുന്നു. അഡ്വാൻസ് റിസീവ്ഡ് കൊടുത്തു, കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതെന്തെങ്കിലും കമ്മീഷനാ കിട്ടുന്നുണ്ടെങ്കിലോ നമ്മളിവിടെ കമ്മീഷൻ എൻ്റർ ചെയ്യുന്നു. ജസ്റ്റ് ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് ആണ് കമ്മീഷൻ നമുക്ക് കിട്ടുന്ന വിചാരിക്കുക. കമ്മീഷൻ ഉണ്ടോ നോക്കാം. കമ്മീഷൻ ലെഡ്ജർ ഇല്ല. അപ്പൊ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, ആൾട്ട് സി അടിക്കുന്നു, കമ്മീഷൻ കൊടുക്കുന്നു. കമ്മീഷൻ റിസീവ്ഡ് എന്ന് തന്നെ കൊടുക്കുന്നു. കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട്, കമ്മീഷൻ പെയ്ഡും ഉണ്ട്, അതുകൊണ്ട് റിസീവ്ഡ് തന്നെ കൊടുക്കാം. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിൽ കൊടുക്കുന്നു. ജസ്റ്റ് കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, കമ്മീഷൻ എത്ര കിട്ടുന്നു? നമുക്കൊരു 1500 രൂപ കമ്മീഷൻ കിട്ടുന്നു. കോഡ് സെന്റർ ആവശ്യമുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. നറേഷൻ കമ്മീഷൻ റിസീവ്ഡ് കൊടുക്കുന്നു. കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യുന്നു. ഇങ്ങനെയില്ല ക്യാഷ് ഇന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു റിസീപ്റ്റ് വൗച്ചർ. ഇനി നമുക്ക് നെക്സ്റ്റ് വൗച്ചർ നോക്കാം. ജേണൽ വൗച്ചർ. ജേണൽ വൗച്ചർ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ലെഡ്ജേഴ്സ് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ലെഡ്ജർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, അതിപ്പം അസറ്റ് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആവാം, അതല്ല കസ്റ്റമർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആവാം, സപ്ലയർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആവാം, അതല്ല എന്തെങ്കിലും പേബിൾ എൻട്രീസ്, അതായത് നമുക്ക് എന്തെങ്കിലും പ്രൊവിഷൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് വേണമെങ്കിൽ ഇട്ട് വെക്കാം. ഈ ലെഡ്ജർ തമ്മിലും സ്റ്റോക്ക് തമ്മിലെല്ലാം അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജേണൽ വൗച്ചർ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് കീ വരുന്നത് F7 ആണ്. അപ്പോൾ നമുക്ക് ജേണൽ എങ്ങനെ ഇടാൻ നോക്കാം. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നത് ഡിപ്രീസിയേഷൻ നമ്മൾ മെഷീനറിയുടെ മുകളിൽ ഇടുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു എൻട്രീസ് ടാലിയിലേക്ക് വരാം. ഇവിടെ ജേണലിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ജേണലിൽ ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അപ്പൊ ജേണലിൽ നമ്മൾ എന്തിനാ ഇടുന്നത്? ഡിപ്രീസിയേഷന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ ലെഡ്ജർ ഉണ്ടോ എന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ ലെഡ്ജർ ഇവിടെ ഇല്ല. അപ്പൊ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ആൾട്ട് സി അടിച്ച് ഡിപ്രീസിയേഷൻ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൽ കൊടുക്കുന്നു. കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യുന്നു. ഇവിടെ എമൗണ്ട് എത്രയാണ്? 2000 റുപ്പീസ് ആണ്. 2000 റുപ്പീസ് മെൻഷൻ ചെയ്യുന്നു. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എന്ത് കൊടുക്കുന്നു? മിഷനറി കൊടുക്കുന്നു. മിഷനറി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആൾട്ട് സി അടിച്ചിട്ട് മിഷനറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ അണ്ടർ ഫിക്സ്ഡ് അസറ്റ് കൊടുക്കുന്നു. കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യുന്നു. 2000 രൂപ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നറേഷൻ കൊടുക്കുന്നു. കൺട്രോൾ എ അടിച്ച് സേവ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേണൽ വൗച്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ ആവാം, ബാങ്ക് ചാർജസ് ആവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രണ്ട് കസ്റ്റമർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആവാം, കമ്മീഷൻ അഡ്ജസ്റ്റ്മെന്റ് ആവാം, സാലറി അഡ്വാൻസ് അഡ്ജസ്റ്റ്മെന്റ് ആവാം, അതല്ലെങ്കിൽ റെന്റ് പേബിൾ അഡ്ജസ്റ്റ്മെന്റ് ആവാം, ESI PF പേബിൾ അഡ്ജസ്റ്റ്മെന്റ് ആവാം. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ഈ പേബിൾ എൻട്രീസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ എൻട്രീസിലാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പ്രാക്ടിക്കലി ഒരു ക്ലാസ് വരുമ്പോൾ, അതായത് പ്രാക്ടിക്കലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ എൻട്രീസ് ഉണ്ടാവുന്നില്ല ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കാം. ഇനി നെക്സ്റ്റ് വൗച്ചറിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് വൗച്ചർ വരുന്നത് സെയിൽസ് വൗച്ചർ ആണ്, പിന്നെ പർച്ചേസ് വൗച്ചർ ആണ്. അപ്പൊ നമുക്ക് സെയിൽസ് വൗച്ചറും പർച്ചേസ് വൗച്ചറും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സെയിൽസ് വൗച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു ബില്ല് വന്നു കഴിഞ്ഞാൽ എൻട്രി ചെയ്യാൻ, അതായത് സ്റ്റോക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതാണ് പർച്ചേസ് വൗച്ചർ. അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ വിൽക്കുന്ന ഇല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രി ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സെയിൽസ് വൗച്ചർ. അപ്പൊ ആദ്യം നമുക്ക് സെയിൽസ് വൗച്ചർ നോക്കാം. F8 സെലക്ട് ചെയ്യുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2-3 ഫീൽഡ് അഡീഷണൽ കാണാം. പാർട്ടി നെയിം. പാർട്ടി നെയിമിൽ എന്താ കൊടുക്കേണ്ടത്? ആർക്കാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അവരുടെ പേര് ഇവിടെ കൊടുക്കുക. ആഷിഫിനാണ് കൊടുക്കുന്നതെങ്കിൽ ആഷിഫ് ഇവിടെ സെലക്ട് ചെയ്യുക. നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു.
ഡെലിവറി നോട്ടും കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം. പാർട്ടി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ആഷിഫ് പേര് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അഡ്രസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ച് സേവ് ചെയ്യുന്നു. ഇവിടെ സെയിൽസ് ലെഡ്ജർ ചോദിക്കുന്നുണ്ട്. അത് സെയിൽസ് അക്കൗണ്ട് തന്നെ വരുന്ന സെയിൽസ് കൊടുക്കുന്നു. ഇവിടെ ഐറ്റം നെയിം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഐറ്റം ആണ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ വിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഐറ്റം ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ റാൻഡംലി ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കുന്നു. 2 ക്വാണ്ടിറ്റി 500 രൂപ. ഇവിടെ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എമൗണ്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കസ്റ്റമറിന്റെ പേരിലേക്ക് സാധനങ്ങൾ അതല്ലെങ്കിൽ സർവീസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെയിൽസ് വൗച്ചർ ഉപയോഗിക്കുന്നത്. ഈ സെയിൽസ് വൗച്ചർ, പർച്ചേസ് വൗച്ചർ, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടാവും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇങ്ങനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിൽസ് വൗച്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് എൻട്രി ചെയ്തിട്ട് സേവ് അടിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ സെയിൽസ് വൗച്ചർ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? പർച്ചേസ് വൗച്ചർ പരിചയപ്പെടാം. പർച്ചേസ് വൗച്ചർ F9 ആണ്. ഞാൻ പർച്ചേസ് വൗച്ചർ ഓപ്പൺ ചെയ്യുന്നു. പർച്ചേസ് വൗച്ചറിൽ ഒരു ഇതും കൂടെ അഡീഷണൽ ഉണ്ട്. അതായത് സപ്ലയർ ഇൻവോയ്സ് നമ്പർ ചോദിക്കുന്നുണ്ട്. സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അടിച്ചൊരു സെയിലില്ല, അതുപോലെ വേറൊരു കമ്പനി നമ്മുടെ പേരിലേക്ക് സാധനങ്ങൾ ബില്ലടിച്ച് തരിക ചെയ്യുന്നത്. അവരെ ഇൻവോയ്സ് ആണ് നമ്മുടെ പർച്ചേസ്. ഓക്കെ, അവര് സെയിൽ അടിക്കുന്നതാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ആക്ച്വൽ ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഡോക്യുമെന്റ് നമ്പർ ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അടിച്ച സെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മൾ നേരത്തെ അടിച്ച സെയിൽ. ഇതിന്റെ ഒരു പ്രിന്റ് പ്രിവ്യൂയിലേക്ക് പോവാം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻവോയ്സ് നമ്പർ വന്നിട്ടുണ്ട്, ഇൻവോയ്സ് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻവോയ്സ് നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇൻവോയ്സ് നമ്പർ ആണ് ഡോക്യുമെന്റ് നമ്പർ. ഈ ഡേറ്റ് ആണ് നമ്മുടെ ഡോക്യുമെന്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പർച്ചേസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. F9 വരുന്നു. അപ്പൊ ആദ്യം തന്നെ ചോദിക്കുന്നത് സപ്ലയർ ഇൻവോയ്സ് നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സപ്ലയർ നമ്മുടെ പേരിൽ ഒരു ബില്ല് അടിച്ച് തന്നാൽ അതിന് ഇൻവോയ്സ് നമ്പറിനോ ഡോക്യുമെന്റ് നമ്പറിനോ ഇല്ലെങ്കിൽ നമ്പറിനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു റെഫറൻസ് യുണീക്ക് നമ്പർ ഉണ്ടാകും. ആ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്ഥാപനത്തിൽ പ്രാക്ടിക്കലായി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇനി ആ ഒരു ഡോക്യുമെന്റ് അടിച്ച ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് അല്ല ഇവിടെ കൊടുക്കേണ്ടത്. ആ ഒരു ഡോക്യുമെന്റിൽ ഉള്ള ഡേറ്റ് ഏതാണോ ആ ഒരു ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് കമ്പനിയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ബില്ല് അടിച്ചത് ആ ബില്ലിലുള്ള കമ്പനിന്റെ പേര് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കറക്റ്റ് എന്ന് നോക്കിയിട്ട് സേവ് ചെയ്യുക. അതേപോലെ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുന്നു. പർച്ചേസ് ലെഡ്ജർ പർച്ചേസ് അക്കൗണ്ടിലാണ് കൊടുക്കേണ്ടത്. എന്ത് സാധനമാണ് അവർ നമുക്ക് ബില്ലടിച്ചത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, എത്ര ക്വാണ്ടിറ്റി? 250 ക്വാണ്ടിറ്റി, ഏകദേശം 8600 രൂപക്ക് നമുക്ക് ഇവിടെ അവര് സെല് ചെയ്തിട്ടുണ്ട്. ഇവിടെ 8600 കൊടുക്കുന്നു, എൻഡ് കൊടുക്കുന്നു. മൾട്ടിപ്പിൾ ഐറ്റം ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഐറ്റം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ മൾട്ടിപ്പിൾ ഐറ്റം കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് പർച്ചേസ് എൻട്രി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിൽ GST കാര്യങ്ങളിൽ ആഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമ്മൾ GST ക്ലാസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഈ പർച്ചേസും സെയിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് രേഖപ്പെടുത്തുന്നത്. പിന്നെ എൻട്രി അടിച്ചിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വൗച്ചർ നോക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും നോക്കാം. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. അതായത് നമ്മളൊരു കസ്റ്റമേഴ്സിന് സെയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഇൻ കേസ് റിട്ടേൺ വന്നാൽ, ഇപ്പൊ നമ്മളൊരു 50 പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന് സെയിൽ അടിച്ചു, അപ്പൊ ആ കസ്റ്റമർ യൂസ് ചെയ്തതിന് ശേഷം ഒരു 20 പ്രൊഡക്റ്റ് നമുക്ക് റിട്ടേൺ കൊണ്ട് തരുന്നതാണ്. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ക്രെഡിറ്റ് നോട്ടാണ് ഉപയോഗിക്കേണ്ടത്, സെയിൽസ് റിട്ടേൺ. ഓക്കെ, ഡെബിറ്റ് നോട്ട് യൂസ് ചെയ്യുന്നത് നമ്മളൊരു സപ്ലയർ എടുത്തുന്ന സാധനങ്ങൾ വാങ്ങി ആ ഒരു സപ്ലയർക്ക് ആ സാധനം തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഡെബിറ്റ് നോട്ടാണ്.
ഓക്കെ. അപ്പോൾ ആ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, രണ്ടും മനസ്സിലാക്കാം. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമേഴ്സിന് നമ്മൾ സാധനം കൊടുത്താൽ അത് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൗച്ചറാണ് ക്രെഡിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് പറയുന്നത് നമ്മൾ സപ്ലയർക്ക് സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് നോട്ട് ചെയ്യാൻ വേണ്ടി. അത് എന്തും പർപ്പസും ആവാം, ചിലപ്പോൾ ഡാമേജ് ആവാം, ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പർച്ചേസ് ഓർഡർ ഇല്ലാണ്ട് സാധനം വന്ന് തിരിച്ചു കൊടുക്കാം. അതിനെല്ലാം നമുക്ക് ഡെബിറ്റ് നോട്ട് യൂസ് ചെയ്യാം. ക്രെഡിറ്റ് നോട്ട് അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ടും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് നോട്ട് തന്നെയാണ്. ഓക്കെ, അത് GST റിട്ടേണിലാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് നോട്ടിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സപ്ലയർ നമുക്ക് എന്തെങ്കിലും ഡെബിറ്റ് നോട്ട് റേസ് ചെയ്താൽ, അതായത് ഇപ്പൊ എന്തെങ്കിലും കേസിൽ നമുക്ക് എന്താ പറയാ പേയ്മെന്റ് ടേംസ് നമ്മൾ തെറ്റിച്ചാൽ നമ്മളുടെ പേരിൽ ഡെബിറ്റ് നോട്ട് സപ്ലയർക്ക് നമുക്ക് അടിച്ചു തരാം. അത് നമ്മുടെ എക്സ്പെൻസ് ആണ്. അതായത് നമ്മൾ പേയ്മെന്റ് ടേംസ്, ഒരു സപ്ലയർ നമുക്ക് ബില്ലടിക്കുന്നു, എക്സാമ്പിൾ നമ്മൾ 5 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കാൻ പറയുന്നു. എന്നിട്ട് നമുക്ക് 1000 രൂപയുടെ ഒരു സാധനം അവർ 10% ഡിസ്കൗണ്ട് ചെയ്തിട്ട് 900 രൂപക്ക് അടിച്ചു തരുന്നു. അപ്പൊ നമ്മുടെ പേയ്മെന്റ് ടേംസ് എന്താണ്? 5 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യണം എന്നാണ്. നമ്മൾ 5 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ സപ്ലയർ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു ഡിസ്കൗണ്ട് റിവേഴ്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ പേരിൽ ഡെബിറ്റ് നോട്ട് 100 രൂപ അടിച്ചു തരും. ഓക്കെ, ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക. സ്റ്റോക്കിനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇതേപോലെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്രെഡിറ്റ് നോട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ടാലിയിലേക്ക് വരുന്നു. ഇവിടെ ക്രെഡിറ്റ് നോട്ട് വിസിബിൾ ആയി കാണുന്നില്ല. അപ്പൊ അതർ വൗച്ചറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, Alt F6 കാണിക്കുന്നുണ്ട്, ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് നോട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. നമ്മൾ നേരത്തെ സെയിൽ അടിച്ചതായിരിക്കാം ആഷിഫ് ആണ്. ആഷിഫിനെ സെലക്ട് ചെയ്യുന്നു, Ctrl A അടിക്കുന്നു, ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുന്നു. ഇവിടെ സെയിൽസ് അക്കൗണ്ട് കൊടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് സെയിൽസ് റിട്ടേണ്ടത് വേണമെങ്കിൽ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാം, സെയിൽസ് റിട്ടേൺ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. തൽക്കാലം സെയിൽസ് അക്കൗണ്ട് കൊടുക്കുന്നു. ഇവിടെ ഐറ്റം സെലക്ട് ചെയ്യുന്നു, ഏതെങ്കിലും ഐറ്റം ക്വാണ്ടിറ്റി ഉള്ളത് ആ ഐറ്റം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. 10 ക്വാണ്ടിറ്റി റിട്ടേൺ 1500 രൂപ കൊടുക്കുന്നു, 15000 രൂപ. ഓക്കെ, അപ്പോൾ ഈ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിച്ചു കൊണ്ടുപോയി ആ കസ്റ്റമർ ആ സാധനം തിരിച്ച് തരികയാണ്. ഒന്നെങ്കിൽ ഡാമേജ് ആവാം, അതല്ലെങ്കിൽ എക്സസ് ആവാം, അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തിരിച്ചു തരുന്നതാവാം. അപ്പോൾ ഇതാണ് സെയിൽസ് റിട്ടേൺ, അതല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം Ctrl A അടിച്ച് സേവ് ചെയ്യാം കേട്ടോ. അതിനുശേഷം Ctrl A അടിച്ച് ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് ഡെബിറ്റ് നോട്ട് എന്ത് നോക്കാം. ഡെബിറ്റ് നോട്ട് ഇതേപോലെ തന്നെ അതർ വൗച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡെബിറ്റ് നോട്ട് ഉണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. പാർട്ടി നെയിം നമ്മൾ ABC ലിമിറ്റഡ് എന്നൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്പനിക്കാണ് നമ്മൾ സാധനം തിരിച്ചു കൊടുക്കുന്നത്. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പോൾ പാർട്ടി സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ലെഡ്ജർ പർച്ചേസ് റിട്ടേൺ കൊടുക്കുന്നു. പർച്ചേസ് അക്കൗണ്ട് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ അണ്ടർ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ലെഡ്ജറും സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഐറ്റം നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഏത് ഐറ്റം ആണോ റിട്ടേൺ ആ ഐറ്റം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ക്വാണ്ടിറ്റി കറക്റ്റ് കൊടുക്കുന്നു. ഇവിടെ റേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ അടിച്ച് സേവ് ചെയ്യാം. നോട്ട് റീസൺ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ റീസൺ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് നോട്ട് അപ്ലിക്കബിൾ കൊടുത്തിട്ട് ജസ്റ്റ് സേവ് ചെയ്ത് വിടാം. ഇവിടെ റെഫറൻസ് ജസ്റ്റ് അഗൈൻസ്റ്റ് കൊടുത്ത് സേവ് ചെയ്യുന്നു. Ctrl A അടിച്ച് സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡെബിറ്റ് നോട്ട് യൂസ് ചെയ്യുന്നത്. ക്രെഡിറ്റ് നോട്ട് സെയിൽസ് റിട്ടേണും അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേണിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഡെലിവറി നോട്ടാണ്. ഡെലിവറി നോട്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു, അതിലെ ഒരു 5 സാധനം ഡാമേജ് ആണെന്ന് വിചാരിക്കാം.
അപ്പൊ നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, രണ്ടാമത് അത് എത്തിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ സാധനം എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഡെലിവറി നോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഓൾറെഡി കസ്റ്റമേഴ്സിന് ബില്ലടിച്ചതാണ്, അപ്പൊ ഒന്നും കൂടെ നമുക്ക് ബില്ലടിക്കാൻ പറ്റില്ല. നമുക്ക് രണ്ട് രീതിയിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഒന്നെങ്കിൽ നമ്മൾ ആ കസ്റ്റമറിന്റെ സെയിൽസ് റിട്ടേൺ അടിച്ചിട്ട് അത് ഒന്നും കൂടെ പുതിയത് പോകുമ്പോൾ സെയിൽ അടിക്കാം. അപ്പൊ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഡെലിവറി നോട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റ്, നമ്മളൊരു ഇലക്ട്രോണിക് സാധനം, ഒരു ഫ്രിഡ്ജ് കസ്റ്റമറിന് കൊടുക്കുകയാണ്, അവിടെ എത്തുമ്പോൾ അതിൽ ചെറിയ ഡാമേജ് ഉണ്ട്. ഓക്കെ, അത് അവർ ഐഡന്റിഫൈ ചെയ്യാണ്. ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്തത്, അപ്പൊ അത് അവർ ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി കൊടുക്കണം. അപ്പൊ മാറ്റി കൊടുക്കാൻ നമുക്ക് ആദ്യം സെയിൽ അടിച്ചിട്ട് നമ്മൾ ടേൺ ഓവറിൽ സെയിൽ 2 പ്രാവശ്യം കാണിക്കുന്നതിനുപരി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഡെലിവറി നോട്ട് അടിക്കാം. നമ്മൾ ഒരു അതേ പ്രൊഡക്റ്റ് ഒന്നും കൂടെ ഡെലിവറി നോട്ട് അടിച്ചിട്ട് ഡാമേജ് പ്രൊഡക്റ്റ് റീപ്ലേസ്മെന്റ് കാണിച്ചിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരാം. ഇത് ഇൻവോയ്സ് അല്ല, ഇത് നമുക്കിപ്പം എന്തെങ്കിലും ഡെലിവറി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ ഡെലിവറി നോട്ട്. ഇതിൽ വാല്യൂ ഒരു പ്രശ്നം അല്ല, വാല്യൂ മെൻഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതായത് ഇൻവോയ്സ് ഇല്ലാണ്ട് നമ്മൾ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെലിവറി നോട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ 50,000 മുകളിലുള്ള പ്രൊഡക്റ്റ് ആണ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അതിന് ഇ-വേ ബില്ലും കാര്യങ്ങളെല്ലാം അടിക്കണം. അപ്പോൾ നിങ്ങൾ എമൗണ്ടും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യേണ്ടി വരും. ചെറിയ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ-വേ ബില്ലും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഇൻവോയ്സ് അടിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. ഡെലിവറി നോട്ട് വെച്ചിട്ട് തന്നെ സാധനങ്ങൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും കസ്റ്റമറിന് ഗിഫ്റ്റും കാര്യങ്ങളിലും കൊടുക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഡെലിവറി നോട്ട് അടിച്ചിട്ടായിരിക്കും നിങ്ങൾ സാധനം കൊണ്ട് കൊടുക്കാറ്. ഓക്കെ, ഫ്രീ ഓഫ് കോസ്റ്റിനുള്ള സാധനം കേട്ടോ. നിങ്ങൾ ഒരിക്കലും GST ബില്ല് വാങ്ങിച്ചിട്ട് അത് കസ്റ്റമറിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഫ്രീ ഓഫ് ഗിഫ്റ്റ്, നിങ്ങളുടെ കമ്പനിന്റെ എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ഓഫ് ഗിഫ്റ്റിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡെലിവറി നോട്ട് അടിച്ചിട്ടും കൊണ്ടു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഡെലിവറി നോട്ട് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കാം, ഡെലിവറി നോട്ട് കാണുന്നില്ല. അപ്പൊ ഇവിടെ അതർ വോച്ചറിൽ പോവാം. ഇവിടെ ഡെലിവറി നോട്ടിന്റെ ആൾട്ട് F8 ജസ്റ്റ് സെലക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ കണക്ക് ഏത് പാർട്ടിക്കാണോ ഡെലിവറി നോട്ട് അടിക്കുന്നത് ആ പാർട്ടിനെ ഇവിടെ സെലക്ട് ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെ, സെയില് ഇല്ല അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എമൗണ്ട് മാൻഡേറ്ററി അല്ല, എമൗണ്ട് കൊടുക്കുക വേണമെങ്കിൽ ഞാൻ ഇത്രയും കൊടുത്തതിന് ശേഷം Ctrl+A അടിച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ ഒന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. ഇവിടെ കാണാം ഡെലിവറി നോട്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, റെഫ്രിജറേറ്റർ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 6,250 രൂപ വന്നിട്ടുണ്ട്. ഇത് ഇൻവോയ്സ് അല്ല, നോട്ട് ഫോർ ഇൻവോയ്സ് ആണ്. നമുക്കൊരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണം, ഇൻവോയ്സ് അടിക്കാൻ പാടില്ലെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യേണ്ട ഡെലിവറി നോട്ടാണ്. ഓക്കെ, ഇങ്ങനെയാണ് ടാലിയിൽ ഡെലിവറി നോട്ട് അടിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൗച്ചർ നോക്കാം. സെയിൽസ് ഓർഡർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. പർച്ചേസ് ഓർഡർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സെയിൽസ് ഓർഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഒരു കസ്റ്റമർ നമ്മളോട് പറയാണ്, എനിക്കൊരു 10 പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ഒരു 2 പ്രൊഡക്റ്റിന്റെ റേറ്റ് അറിയണം, നമ്മളെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ വേണം. അത് ഓരോ നാട്ടിലും ഓരോരോ ടേംസ് യൂസ് ചെയ്യും. കൊട്ടേഷൻ, പെർഫോമ ഇൻവോയ്സ്, സെയിൽസ് ഓർഡർ, അതല്ലെങ്കിൽ എസ്റ്റിമേഷൻ, ഇങ്ങനെയെല്ലാം വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പൊ ഒരു സെയിൽസ് ഓർഡർ എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് കൺഫർമേഷൻ വാങ്ങുന്നതാണ് നമ്മൾ. അതായത് കസ്റ്റമർ നമുക്കൊരു 10 സാധനത്തിന് ഒരു ഓർഡർ തരുന്നത്, അപ്പൊ നമ്മൾ ആദ്യം സെയിൽസ് ഓർഡർ അടിച്ചിട്ട് ആ 10 സാധനം അടിച്ചിട്ട് അതിന്റെ റേറ്റും കാര്യങ്ങളും അടിച്ചിട്ട് കസ്റ്റമർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ 10 ഐറ്റംസ്, ഇതാണ് അതിന്റെ റേറ്റ്, ഇത് കൺഫേം ആണെങ്കിൽ നമ്മൾ ഇൻവോയ്സ് അടിക്കാൻ പറഞ്ഞിട്ടൊരു കൺഫർമേഷൻ എടുക്കുന്നതാണ് സെയിൽസ് ഓർഡർ. അതല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഒന്നും പറയാം കേട്ടോ. അത് നമുക്ക് ഇപ്പൊ ഒരു കസ്റ്റമർ നമ്മളോട് ഇന്ന് ഇത്ര ഒരു ലിസ്റ്റ് വന്നു, ഐറ്റത്തിന്റെ ലിസ്റ്റ് വന്നിട്ട് എത്ര റേറ്റ് ആകും ഇതിനെന്ന് ചോദിച്ചാൽ നമുക്കത് സെയിൽസ് അടിച്ച് റേറ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം കസ്റ്റമർ ആ സാധനം വാങ്ങുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ആദ്യം നമ്മളൊരു എസ്റ്റിമേഷൻ കൊടുക്കും, അല്ലെങ്കിൽ സെയിൽ ഓർഡർ അടിച്ചു കൊടുക്കും. ഇത്ര റേറ്റ് ആണ് ഇത്ര സാധനത്തിന്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ സെയിൽസിലേക്ക് മാറ്റാം. ആ ഒരു പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് സെയിൽസ് ഓർഡർ. നമുക്ക് സെയിൽസ് ഓർഡർ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ സെയിൽസ് ഓർഡർ ഞാൻ ജസ്റ്റ് ഇവിടെ സെയിൽസിന്റെ ഇവിടെ ആരോ മാർക്ക് ഉണ്ട്, ജസ്റ്റ് നോക്കുന്നു. ഇവിടെ കാണുന്നുണ്ട് സെയിൽസ് ഓർഡർ, ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പൊ സെയിൽസ് ഓർഡർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സെയിലിന്റെ അതേ പ്രൊസീജിയർ ആണ്. കസ്റ്റമർ പേര് ഇവിടെ കൊടുക്കുന്നു,
ഇവിടെ സെയിൽസ് അക്കൗണ്ട് കൊടുക്കുന്നു, ഐറ്റം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെ കുറച്ച് ഐറ്റംസ് ഇതേപോലെ അടിച്ചിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ വാല്യൂ വരുന്നത് 2,12,500 രൂപ ഇവിടെ വന്നിട്ടുണ്ട്. സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഈ സെയിൽസ് ഓർഡറിൽ അടിക്കുന്നത് നമ്മൾ ഇൻവെന്ററിയും സ്റ്റോക്കുമായിട്ട് യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല. സെയിൽസ് ഓർഡറിൽ നമ്മൾ ഒരു 25 ഐറ്റം അടിച്ചു ചെയ്താൽ ആ 25 ഐറ്റം നിങ്ങളെ സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യില്ല. സെയിലോ പർച്ചേസോ ക്രെഡിറ്റ് നോട്ടോ ഡെബിറ്റ് നോട്ടോ അടിച്ചാൽ മാത്രമേ നിങ്ങളെ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ആവൂ, സ്റ്റോക്ക് കുറയൂ, ഇല്ലെങ്കിൽ സ്റ്റോക്ക് കൂടുകയുള്ളൂ. ഓക്കെ, ഈ സെയിൽസ് ഓർഡറും പർച്ചേസ് ഓർഡറും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്കിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും വരില്ല. ഇത് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വൗച്ചർ ടൈപ്പ് ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ പ്രിവ്യൂ ആണ് നമുക്ക് എടുത്തു നോക്കാം. കൺട്രോൾ പി അടിക്കുന്നു, പ്രിവ്യൂ കൊടുക്കുന്നു. ഇവിടെ വന്നിട്ടുണ്ട് സെയിൽസ് ഓർഡർ, ഐറ്റം ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇവിടെ അതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 2,12,500 രൂപ. ഇത് കസ്റ്റമർ കൺഫേം ചെയ്താലാണ് നമ്മൾ ഇത് സെയിൽ അടിക്കാം. ഓക്കെ, ചില സ്ഥാപനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സെയിൽസ് ഓർഡർ അടിക്കാൻ അറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് സെയിലിൽ ഇതെല്ലാം ടൈപ്പ് ചെയ്തിട്ട് അത് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കോപ്പി എടുത്ത് അയച്ചു കൊടുക്കും. അതല്ലെങ്കിൽ സെയിലിൽ ഇതെല്ലാം എൻ്റർ ചെയ്തിട്ട് നമ്മൾ പ്രിവ്യൂ എടുത്തിട്ട് അത് കസ്റ്റമറിന് അയച്ചു കൊടുക്കും. അത് എന്നിട്ട് സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരു 60 ഐറ്റം ഉണ്ട് വിചാരിക്കുക. ഒരു 10-60 ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമറിന് ഇതിന്റെ റേറ്റ് വേണമെന്ന് പറഞ്ഞു, നിങ്ങൾ 60 ഐറ്റം സെയിലിൽ അടിച്ചിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിലിൽ അടിച്ചിട്ട് അത് സേവ് ചെയ്യാണ്ട് അതിന്റെ പ്രിവ്യൂ എടുത്ത് PDF ആക്കിയിട്ട് നിങ്ങൾ കസ്റ്റമറിന് അയച്ചു കൊടുത്തു. കസ്റ്റമർ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് സെയിൽ അടിക്കാൻ വേണ്ടി ആദ്യം ഇത് മൊത്തം ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെയിൽ ഓർഡർ നിങ്ങൾ അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ക്ലോസ് ചെയ്തിട്ട് സെയിൽ വൗച്ചർ ഓപ്പൺ ചെയ്യുന്നു. സെയിൽ വൗച്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ആഷിഫ് സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഡെലിവറി നോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ഓർഡർ നമ്പർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇനേബിൾ ചെയ്യാത്തതുകൊണ്ട് കാണാത്തത്. ജസ്റ്റ് അതൊന്ന് ഇനേബിൾ ചെയ്യാം. ഇവിടെ കണ്ടോ, പ്രൊവൈഡ് ഓർഡർ ഡീറ്റെയിൽസ്. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ എസ് ആക്കുന്നു. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് എടുക്കുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ്. ഞാൻ സേവ് അടിക്കുന്നു. ഇവിടെ ആദ്യം വന്നിട്ട് ആഷിഫിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡെലിവറി നോട്ട് കൊടുക്കുന്നില്ല. ഇവിടെ ഓർഡർ നമ്പർ നില്ലെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കസ്റ്റമറിന്റെ പേരിൽ അടിച്ച സെയിൽ ഓർഡർ ഇവിടെ കാണിക്കും. 1ാമത്തെ നമ്പറിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് എൻഡ് ലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സെയിൽ ഓർഡറിൽ അടിച്ച ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ സെയിലിൽ കിട്ടി. ഓക്കെ, നമ്മൾ വീണ്ടും അത്രയും ഐറ്റം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. ഇതിനാണ് നമ്മൾ സെയിൽ ഓർഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ഡാറ്റ എൻട്രീസും കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സെയിൽ ഓർഡർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പർച്ചേസ് ഓർഡറും ഒന്ന് ജസ്റ്റ് നോക്കാം. പർച്ചേസ് ഓർഡറും സെയിം പ്രോസസ് തന്നെ. സെയിൽ ഓർഡർ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പർച്ചേസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പർച്ചേസ് ഓർഡർ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നു. ഇവിടെ പർച്ചേസ് ഓർഡർ ഓപ്പൺ ചെയ്യുന്നു. പർച്ചേസ് ഓർഡർ നമ്മൾ ഇപ്പം സെയിൽ ഓർഡർ പറഞ്ഞു കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണെന്നുണ്ട്. പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് സപ്ലയർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരു സാധനത്തിന്റെ ഓർഡർ കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു 50 TV വേണം, 50 ഫ്രിഡ്ജ് വേണം, 50 വാഷിംഗ് മെഷീൻ വേണം. അപ്പൊ അതിന് നമ്മൾ ഒരു റേറ്റിൽ ഇട്ടിട്ട് അപ്രൂവൽ എടുത്തിട്ട് സപ്ലയർ എടുക്കുന്ന സാധനം അയക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് പർച്ചേസ് ഓർഡർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു സപ്ലയറിന്റെ പേരിൽ പർച്ചേസ് ഓർഡർ അടിക്കാം. ഇവിടെ ABC ലിമിറ്റഡ് കൊടുക്കുന്നു, സേവ് അടിക്കുന്നു, സേവ് അടിക്കുന്നു. ഇവിടെ ഓർഡർ നമ്പർ ചോദിക്കുന്നുണ്ട് 25. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓർഡർ നമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഐറ്റം ഒന്നും നമുക്ക് റീ എൻറ്റർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓർഡർ നമ്പർ കറക്റ്റ് കൊടുത്തിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഞാൻ ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കുന്നു, റേറ്റ് കൊടുക്കുന്നു.
അപ്പൊ ഇത്രയും ഐറ്റം കൊടുത്തു. ഇത് ഞാൻ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ Ctrl+P അടിച്ച് പ്രിവ്യൂ നോക്കുന്നു. അപ്പൊ ഇവിടെ കാണാം പർച്ചേസ് ഓർഡർ, ഐറ്റം ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, എമൗണ്ടും വന്നിട്ടുണ്ട്. ഇതും ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഇൻവെന്ററീസിനെ എഫക്ട് ചെയ്യില്ല. ഓക്കെ, ഇത് ഓർഡർ പർപ്പസിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഓർഡർ കൊടുക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. Ctrl+A അടിച്ച് സേവ് ചെയ്യാം. അപ്പൊ നമ്മൾ മെയിലിലെ വൗച്ചർ ടൈപ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. എന്തൊക്കെ വൗച്ചർ നമ്മൾ പഠിച്ചപ്പെട്ടതെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ കോൺട്രാ വൗച്ചർ പഠിച്ചു. F4 ആണ് അതിന്റെ ഷോർട്ട് കട്ട് കീ വരുന്നത്. അത് യൂസ് ചെയ്യുന്നത് ക്യാഷും ബാങ്കും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്ററീസ്, അതല്ലെങ്കിൽ ക്യാഷും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, അതല്ലെങ്കിൽ ബാങ്കും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വൗച്ചറാണ് കോൺട്രാ വൗച്ചർ. ഓക്കെ, അത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് പേയ്മെന്റ് വൗച്ചർ ആണ്. പേയ്മെന്റ് വൗച്ചർ എന്തിനാ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ടൈപ്പ് ഓഫ് പേയ്മെന്റ്. എന്തെങ്കിലും പേയ്മെന്റ് സപ്ലയർക്ക് പൈസ കൊടുത്താൽ പേയ്മെന്റ് രേഖപ്പെടുത്താൻ യൂസ് ചെയ്യുന്നത് പേയ്മെന്റ് വൗച്ചർ ആയിരിക്കും. കമ്മീഷൻ കൊടുത്താൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസ് പേയ്മെന്റ് ചെയ്താൽ, ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ പേയ്മെന്റ് വൗച്ചർ ആയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് റിസീപ്റ്റ് വൗച്ചർ ആണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസീപ്റ്റ്, ഇൻകം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ടൈപ്പ് ഓഫ് റിസീപ്റ്റ്, എല്ലാ റിസീപ്റ്റും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസീപ്റ്റ് വൗച്ചർ യൂസ് ചെയ്യുന്നത്. കസ്റ്റമറുടെ പേയ്മെന്റ് നമുക്ക് കിട്ടിയാൽ, കമ്മീഷൻ നമുക്ക് കിട്ടിയാലെല്ലാം നമ്മൾ ഇതിലാണ് റിസീപ്റ്റ് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ജേണൽ എൻട്രീസ് ഞാൻ പറഞ്ഞതൊക്കെ ക്യാഷ് അല്ലാത്ത ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാഷ് അല്ലാത്ത അഡ്ജസ്റ്റ്മെന്റ്സ്, ബാങ്ക് അല്ലാത്ത അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ജേണൽ ബുക്ക്, അതായത് ജേണൽ വൗച്ചർ. നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ എൻട്രി, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊവിഷൻസ്, പേബിൾ എൻട്രീസ് എല്ലാം റെക്കോർഡ് ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ ലെഡ്ജർ ടു ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ഇടണമെങ്കിൽ എല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജേണൽ വൗച്ചർ ആണ്. പിന്നെ നമ്മൾ സെയിൽസ് വൗച്ചർ പഠിച്ചു. അതായത് നമുക്കൊരു സപ്ലയർക്ക് സാധനങ്ങൾ വിൽക്കുമ്പോഴോ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ ജനറേറ്റ് ചെയ്യേണ്ടതാണ് വൗച്ചർ ആണ്. അതിന്റെ ക്രിയേറ്റ് ചെയ്യുന്ന വൗച്ചർ ആണ് സെയിൽസ് വൗച്ചർ. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസ് വൗച്ചർ. അതായത് സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വൗച്ചർ ആണ് പർച്ചേസ് വൗച്ചർ. സാധനങ്ങൾ കിട്ടിയാലോ, നമുക്ക് എന്തെങ്കിലും സർവീസ് കിട്ടിയാലോ, ഒരു ഇൻവോയ്സ് നമുക്ക് സപ്ലയർ ചെയ്യുന്ന കിട്ടിയാൽ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് വൗച്ചർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ക്രെഡിറ്റ് നോട്ടാണ്. ക്രെഡിറ്റ് നോട്ട് നമ്മൾ സെയിൽസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് നോട്ട്. Alt F6 ആണ് ഇതിന്റെ ഷോർട്ട് കട്ട് കീ. അതുപോലെ തന്നെ ഡെബിറ്റ് നോട്ട് വരുന്നത് പർച്ചേസ് റിട്ടേൺ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൗച്ചർ ടൈപ്പ് ആണ്. അത് Alt F5 ആണ്. പിന്നെ നമ്മൾ പഠിച്ചു ഡെലിവറി നോട്ട്. എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ, ഗുഡ്സ് നമുക്ക് കസ്റ്റമേഴ്സിനോ ആരെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് അല്ലാത്ത, അതായത് അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ടില്ലാത്ത ഒരു സാധനം, അത് ഞാൻ പറഞ്ഞ കണക്ക് ഡാമേജ് ഇല്ല എന്തെങ്കിലും ഐറ്റം റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതോ, ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കുന്നതോ, ഇങ്ങനെയുള്ള സാധനം കൊടുക്കുമ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഡെലിവറി നോട്ട്. അത് ഡെലിവറി നോട്ട് വൗച്ചർ വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു സെയിൽസ് ഓർഡർ. സെയിൽസ് ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ എസ്റ്റിമേഷൻ, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഓർഡർ കസ്റ്റമർ സെയിൽ അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വാല്യൂം പ്രൊഡക്റ്റും കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെയിൽസ് ഓർഡർ. അതേപോലെ തന്നെ പർച്ചേസ് ഓർഡർ പഠിച്ചു. പർച്ചേസ് ഓർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സപ്ലയർക്ക് നമ്മളെ കൺഫർമേഷൻ കൊടുക്കുന്നു. ഇന്ന പ്രൊഡക്റ്റ് നമുക്ക് വേണം, ഇത്ര രൂപക്ക് ഇത്ര എണ്ണം, അതിന്റെ ഒരു കൺഫർമേഷൻ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ഓർഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പരിചയപ്പെട്ടു. അതിൽ GST റിലേറ്റഡ് ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസും പർച്ചേസും ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ വൗച്ചർ വെച്ചിട്ട് തന്നെ ക്ലാസ് ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളെല്ലാം കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളും കാണുന്ന താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇതിന്റെ വർക്ക് ഫയലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്. ബൈ.